നിങ്ങൾ ഈ കാണുന്ന സാധാരണ മണൽ ഒരുപക്ഷെ നിങ്ങൾ കടൽ തീരത്ത് ചവിട്ടി നടക്കുന്ന ഇതേ മണൽ തരികൾ. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു അവിശ്വസനീയമായ ഒരു പ്രക്രിയയിലൂടെ നിങ്ങളുടെ വീടിന് മുഴുവൻ വൈദ്യുതി നൽകാൻ കഴിവുള്ള ഒന്നായി ഇത് മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്കറിയുന്ന എന്നാൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുത കഥയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ യാത്ര തുടങ്ങുന്നത് ഖനിയിൽ നിന്നാണ്. അതിനുശേഷം നേരെ തീയിലേക്ക്. 2000 ഡിഗ്രി സെൽഷ്യസ്, നമുക്ക് സങ്കല്പിക്കാനും പോലും കഴിയാത്ത അത്ര ചൂടിൽ ഈ മണൽ ഉരുകി ഭൂമിയിലെ ഏറ്റവും സുലഭമായ രണ്ടാമത്തെ മൂലകമായ സിലിക്കണായി മാറുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസർ മുതൽ ജനൽ ചില്ലി വരെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇതേ സിലിക്കൺ ഒരു സോളാർ പാനലിന് രൂപം നൽകി വൈദ്യുതി നിർമ്മിക്കുന്ന അത്ഭുത കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സമയം കളയാതെ മണലിൽ നിന്ന് വൈദ്യുതിയിലേക്കുള്ള നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. യാത്ര തുടങ്ങുന്നത് മണലിൽ നിന്നാണ്, പ്രത്യേകിച്ചും കോഴ്സ് മണലിൽ നിന്ന്. മിക്ക സോളാർ പാനലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ ഉപയോഗിച്ചാണ്. ഇത് കടൽ തീരത്തെ മണലിൽ സ്വാഭാവികമായി കാണുന്ന ഒരു പ്രധാന ഘടകമാണ്. സിലിക്കൺ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ്. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണിത്. ഇത് കോറിയിൽ നിന്ന് നേരെ തീയിലേക്കാണ് പോകുന്നത്. പാറകളിൽ നിന്നും സിലിക്കൺ വേർതിരിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ പടി. ഇത് ചെയ്യുന്നത് ഈ വലിയ ചൂളയിൽ വെച്ചാണ്. അവിടുത്തെ താപനില 2000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം ചൂടുള്ളതും വളരെ അപകടം പിടിച്ചതുമാണ്. ജനലിന്റെ ചില്ല് മുതൽ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറുകൾ വരെ ഉണ്ടാക്കാൻ സിലിക്കൺ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇല്ലാതെ ഒരു സോളാർ പാനലിനും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ശുദ്ധീകരിച്ചെടുത്ത സിലിക്കൺ ഉരുക്കിയ ശേഷം അതിന്റെ ഇൻഗോട്ടുകളായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് സോളാർ വേഫറുകൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഇൻഗോട്ടുകൾ ഉണ്ടാക്കുന്നത് സ്ക്രോൾസ്കി പ്രോസസ് വഴിയോ അല്ലെങ്കിൽ ഫ്ലോട്ട് സോൺ മെത്തേഡ് വഴിയോ ആണ്. സ്ക്രോൾസ്കി പ്രോസസ്സിൽ ഉരുക്കിയ സിലിക്കണിലേക്ക് ഒരു ചെറിയ ക്രിസ്റ്റൽ തരി മുക്കി പതുക്കെ മുകളിലേക്ക് വലിച്ചെടുത്ത് സിലിണ്ടർ ആകൃതിയിലുള്ള ഇൻഗോട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ വെക്കാൻ കഴിയുന്നതിലും വളരെ വലുതായിരിക്കും. സാധാരണയായി സോളാർ പാനലുകൾ അവിടെയാണല്ലോ വെക്കുന്നത്. ഒരു സാധാരണ മേൽക്കൂരയ്ക്ക് ഇതിന്റെ ഭാരം താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ വലിപ്പം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. സിലിക്കൺ ഇൻഗോട്ടുകളെ ഒരു വയർ ഉപയോഗിച്ച് കനം കുറഞ്ഞ വേഫറുകളാക്കി മുറിച്ചെടുക്കുന്നു. ഇത് മെറ്റീരിയൽ ഒട്ടും പാഴാവാതെ വളരെ കൃത്യതയോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഈ വേഫറുകൾക്ക് സാധാരണയായി 200 മൈക്രോമീറ്റർ ആയിരിക്കും കനം. ഇതിൽ ബാക്കിയുള്ള അയക്കുകളും പോരായ്മകളും മാറ്റാനായി സർഫസ് ട്രീറ്റ്മെന്റും ചെയ്യുന്നു. പ്രകാശത്തെ നന്നായി വലിച്ചെടുക്കാനുള്ള കഴിവ് കിട്ടുന്നതിനായി വേഫറിന്റെ മുൻവശത്ത് ഒരു പ്രതിഫലനം തടയുന്ന ആവരണം പൂശുന്നു. ഇത് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ജോലി കൂടുതൽ കാര്യക്ഷമതയോടെ ചെയ്യാൻ സഹായിക്കുന്നു. അതിനുശേഷമുള്ള ഉണക്കൽ പ്രക്രിയ വഴി പ്രതലം നന്നായി വൃത്തിയായി എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. എല്ലാ വേഫറുകളും മുഴുവനായും ഓട്ടോമേറ്റഡ് സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് അളന്നു നോക്കുന്നു. അതിനുശേഷം അവയുടെ കനം, പ്രതലത്തിന്റെ ഗുണനിലവാരം എന്നിവ അനുസരിച്ച് അവയെ ഗ്രേഡ് തിരിക്കുന്നു. അടുത്തപടി ഓരോ വേഫറിനെയും സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സോളാർ സെല്ലാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. സാധാരണയായി വെള്ളി അല്ലെങ്കിൽ അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയ ലോഹചാലകങ്ങൾ ഇലക്ട്രിക്കൽ കറണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ഒരു വല പോലെയുള്ള രൂപമായി വേഫറിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വേഫറിനെ ഉയർന്ന ചൂടുള്ള ഒരു ഫർണസിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാക്കുന്നതിനായി ഫോസ്ഫറസ് എന്ന മൂലകം അതിന്റെ മുകൾ ഭാഗത്തേക്ക് പടരുന്നു. ഇത് ബോറോൺ ചെയ്ത ഭാഗവുമായി ചേരുമ്പോൾ സോളാർ സെൽ പ്രവർത്തിക്കാൻ ആവശ്യമായ PN ജംഗ്ഷൻ ഉണ്ടാകുന്നു. കെമിസ്ട്രിയിലും ഫിസിക്സിലും 6 വർഷം പഠിക്കേണ്ട ക്ലാസ് വെറും 3 മിനിറ്റ് കൊണ്ട് തീർത്ത സ്ഥിതിക്ക് നമുക്കിനി രസകരമായ ഭാഗത്തേക്ക് പോകാം. അടുത്തതാണ് കൂട്ടിയോജിപ്പിക്കൽ ഘട്ടം. സോളാർ സെല്ലുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചാണ് സോളാർ പാനൽ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ട ഔട്ട്പുട്ടും ഉപയോഗവും അനുസരിച്ച് പലതരം ക്രമീകരണങ്ങൾ ലഭ്യമാണ്. സെല്ലുകൾ സാധാരണയായി ചേർത്ത് വിളക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി ചാലകശേഷിയുള്ള പശ അല്ലെങ്കിൽ ലേസർ വെൽഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് സീരീസ് ഓർ പാരലൽ കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച ശേഷം സെല്ലുകളെ എത്തിലീൻ വിനൈൽ അസേറ്റേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംരക്ഷണ പാളി കൊണ്ട് പൊതിയുന്നു. ഇത് ഈടുകിട്ടാനും കാലാവസ്ഥയെ അതിജീവിക്കാനും വേണ്ടിയാണ്. ഡയോഡുകളും കണക്ഷനുകളും അടങ്ങിയ ഒരു ജംഗ്ഷൻ ബോക്സ് കൂടി ഇതിൽ ഘടിപ്പിക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കൽ കണക്ഷനുകൾ കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും എളുപ്പമാക്കുന്നു. അത് കേട്ടപ്പോൾ ഒരു കോളേജ് ഡിപ്ലോമ പഠിച്ച പോലെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാം. ഇനി കുറച്ചു നേരത്തേക്ക് വിശ്രമിച്ചോളൂ. ഇതാണ് രസകരമായ ഭാഗം. പണി പൂർത്തിയാക്കിയ എല്ലാ മൊഡ്യൂളുകളും അവയുടെ വിശ്വസനീയത എന്നിവ ഉറപ്പുവരുത്താൻ വളരെ കർശനമായ കുറെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഇൻഫ്രാറെഡ് ക്യാമറ സ്ക്രീനിംഗ് ആണ് ഇതിൽ തുടങ്ങുന്നത്. ആദ്യത്തെ ടെസ്റ്റിൽ സെൽഫ് ലൈഫിൽ എന്തെങ്കിലും ചെറിയ പൊട്ടലുകൾ ഉണ്ടോ എന്ന് മൊഡ്യൂളുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഇത് തുടക്കത്തിൽ തന്നെ അതിന്റെ ഘടനയുടെ ബലം ഉറപ്പുവരുത്താനാണ്. ഇതിനുശേഷം സാധാരണ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അവയുടെ പ്രകടനം അളക്കാൻ വേണ്ടി മൊഡ്യൂളുകളെ ഒരു ഫ്ലാഷ് ടെസ്റ്റിന് വിധേയമാക്കുന്നു. അടുത്തതായി അതിശക്തമായ കാറ്റ്, കനത്ത മഞ്ഞുവീഴ്ച, നിശ്ചലമായ മർദ്ദം, ഐസ് അടിഞ്ഞുകൂടുന്നത് പോലുള്ള മോശം കാലാവസ്ഥകളെ അനുകരിച്ചുകൊണ്ട് ഒരു മെക്കാനിക്കൽ ലോഡിംഗ് ടെസ്റ്റ് നടത്തുന്നു. ഈ ടെസ്റ്റ് വഴി മൊഡ്യൂളുകളുടെ പ്രതിരോധശേഷി
വളരെ മോശം കാലാവസ്ഥകളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയാണ് അളക്കുന്നത്. കൂടാതെ ശക്തമായ ആഘാതങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് പരിശോധിക്കാൻ മൊഡ്യൂളുകളിൽ ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് വരെ നടത്തുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ പ്രവർത്തനത്തെ ബാധിക്കാതെ താങ്ങാൻ കഴിയുമെന്നതാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. നൂതനമായ ഹെലി ആക്സിലറേറ്റർ ടെസ്റ്റ് പോലെയുള്ള ചില കമ്പനിയുടെ സ്വന്തം ടെസ്റ്റുകളും ഇതിൽ ഉപയോഗിക്കാറുണ്ട്. കാലം ചെല്ലുമ്പോൾ മെറ്റീരിയലുകൾക്കും കമ്പോണന്റുകൾക്കും എന്ത് മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇത് ദീർഘകാല പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വിലപ്പെട്ട അറിവുകൾ നൽകുന്നു. അതുപോലെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മൊഡ്യൂളിന്റെ താപനില വിശകലനം ചെയ്യാൻ ഇൻഫ്രാറെഡ് ടെസ്റ്റിംഗ് വരെ നടത്തുന്നുണ്ട്. ഇത് ചൂട് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ്. അവസാനമായി മൊഡ്യൂളുകളെ 8 വ്യത്യസ്ത ടെസ്റ്റിംഗ് ചേംബറുകളിൽ വെക്കുന്നു. കനത്ത ഈർപ്പം, ശക്തമായ UV എക്സ്പ്ലോഷർ, ഊഷ്മതരംഗങ്ങൾ, ആലിപ്പഴ വർഷം തുടങ്ങിയ പലതരം മോശം കാലാവസ്ഥകളിൽ അവ എങ്ങനെ പെരുമാറുന്നു എന്ന് വിലയിരുത്താനാണിത്. ടെസ്റ്റിംഗും ഗുണനിലവാര നിയന്ത്രണങ്ങളും കഴിഞ്ഞതിനു ശേഷം കൊണ്ടുപോകുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ആവശ്യമായ സംരക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള പാക്കേജിംഗ് മെറ്റീരിയലുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നു. കൈകാര്യം ചെയ്യാനും സ്ഥാപിക്കാനും എളുപ്പമാക്കുന്നതിന് ആവശ്യമായ ലേബലിംഗും രേഖകളും സഹിതം സോളാർ പാനലുകൾ സാധാരണയായി പാലറ്റുകളിലോ കണ്ടെയ്നറുകളിലോ ആണ് അയക്കാറുള്ളത്. ഒരു കൊമേഴ്ഷ്യൽ പാനലിനെ കുറിച്ചുള്ള ഈ അറിവ് നിങ്ങളുടെ അടുത്ത പരിശ്രമത്തിന് സഹായകമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ മണൽ മുതൽ ഫൈനൽ ടെസ്റ്റിംഗ് വരെ എത്ര വലിയ പ്രോസസ്സാണെന്ന് നമ്മൾ ഇന്ന് കണ്ടു. എന്നാൽ ഇതിനേക്കാൾ വലിയ തലവേദനയാണ് ഓരോ മാസവും നമ്മുടെ വീട്ടിൽ വരുന്ന ഭീമാകാരമായ കറണ്ട് ബില്ല്. ശരിയല്ലേ? യൂണിറ്റിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ചാലും ബില്ല് കുറയുന്നേയില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം വേണോ? നിങ്ങളുടെ വീടിന് ആവശ്യമായ വൈദ്യുതി നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സോളാർ പാനൽ നിങ്ങളുടെ മേൽക്കൂരയിൽ സ്ഥാപിച്ചാൽ കറണ്ട് ബില്ലിൽ നിങ്ങൾക്ക് വലിയൊരു തുക തന്നെ ലാഭിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ബില്ല് 0 തന്നെ എത്താനും സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ വീടിന് അനുയോജ്യമായ സോളാർ സിസ്റ്റം തിരഞ്ഞെടുക്കാനും ഏറ്റവും മികച്ച ഓഫറുകൾ അറിയാനും ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഉടൻ തന്നെ വിദഗ്ധർ നിങ്ങളെ തിരികെ വിളിച്ച് എല്ലാ വിവരങ്ങളും നൽകുന്നതാണ്. സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉണ്ടാക്കി പണം ലാഭിക്കാനുള്ള ഈ സുവർണ അവസരം പാഴാക്കരുത്. ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ഇതിലും നല്ലൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.